എടീ ബുഷറ, എന്റെ തിരുമ്പലൊന്നും കഴിഞ്ഞില്ലപ്പോഴോ? വാ, ഞാനാളെ തുണി കഴിഞ്ഞ് തീർന്നേ. വാട്ടർ വെള്ളം പറ്റും തീർന്നു കേട്ടാ. ഒന്ന് അടിച്ചിരിക്കേട്ടാ നിങ്ങൾ രാവിലെ മോട്ടർ നീ അടിച്ചു ഞാൻ അടിക്കാതെ പോയത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഇട്ട് ഞാൻ അടിച്ചേനെ. ഈ പെരയുള്ള പണി മുഴുവൻ ഞാൻ തന്നെ എടുക്കണം. എന്തമ്മാ എന്താ ഇപ്പൊ വായിച്ചു കണ്ട്? ഇത് ഞാൻ ഉണ്ടാക്കിയൊന്നല്ല, ബുഷറ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ മക്കൾ കൊടുക്ക? ഇപ്പിന്റെ കല്ല് മനസ്സിലാക്കി തിന്നാ കൊടുക്കാൻ പറ്റുമോ? ഓളോട് പറഞ്ഞു നോക്കി. നോക്ക്, ഇപ്പിന്റെ കല്ല് എന്തത് ഇങ്ങനെ ഉപ്പുമായിട്ടുണ്ട്? അത് നിങ്ങൾക്ക് അങ്ങനെ വേണം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓടുണ്ടാക്കി കറിയില്ല, നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇങ്ങനെ ഇപ്പായിട്ട് തിന്നാൻ പറ്റുമോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ മകനാണെങ്കിൽ തിരുവനന്തപുരത്ത് അവിടുന്ന് ഇവിടുന്ന് മാട്രിമോണിയിലും മറ്റേത് മറ്റൊന്നൊക്കെയാണ്. പെണ്ണിനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇനി എന്താ കാട്ടുക? ഞാൻ മക്കള് പണി കഴിഞ്ഞ് വരുമ്പോ എന്താ ഞാൻ കാട്ടുക? ഇല്ലാത്ര ഇടങ്ങാറ്. ആ ഉമ്മ ഇവിടെ വന്ന ഈ കണ്ട ഇപ്പെല്ലാം പാടെന്തിനാ കറി വായിട്ട് കണ്ട് അറിയായിട്ട് ചോദിക്കണേ. ഞാനത് ഉപ്പൊന്നിട്ടില്ല. ഞാൻ തൊട്ട പോലും ഇല്ല. അത് രസയാണ് പെണ്ണ്. റസി പറഞ്ഞിട്ടത് ആ പെണ്ണ് വെറും നുണച്ചയാണ്. കള്ളം മാത്രമേ പറയൂ. വാ തിന്നാണ് നുണ പറയുമ്പോ ആ പെണ്ണ് വാ തുറക്കുവന്നു. ഇതെന്താ കറി കാട്ടുക? എന്തേ അവളടുത്ത് പറ, എന്തെങ്കിലും കാണിക്കാല് പുതിയ കറി വയ്ക്കാൻ പറ അവളടുത്ത്. ഇങ്ങനെയൊന്നും കറി വയ്ക്കൂല. ഞങ്ങളെ പപ്പനാണ് മണ്ണിലുള്ളവരാണ്. ഞങ്ങൾ വയ്ക്കുമ്പോ സാമ്പത്തിക നല്ല തേൻ പോലെ ഇരിക്കും. ഉപ്പൊന്നും കാണൂല. ഓരങ്ങനെ പറയണ്ട്. ഞാൻ നിങ്ങൾ വിശ്വസിച്ചാ മതി. അവള് വേറെ നുണച്ചി. അവള് ഉമ്മ സോപ്പിട്ട് ഇന്ന് എന്താ നേടാവണ്ടേ അവളൊന്നും കാണിക്കുന്നത്? ഇതിപ്പോ ഞാനാ കുടുങ്ങിയത്. നിങ്ങളെ കൊണ്ട് രണ്ടാളെ കൊണ്ടു ഇല്ലാത്തൊരു വണ്ടിയും വലി. ഞങ്ങൾ ഈ തിരുമ്പാള തുണികളൊക്കെ എടുത്തേക്കണം കേട്ടാ. ഉമ്മ ഇവളെന്തിനാ ഇതിലൊക്കെ മോളെ വാഷിംഗ് മെഷീനില്? ഒന്നാമത് കറണ്ട് ഇല്ല. ഇന്നോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കണത്. നീ അതിൽ കറണ്ടിൽ ഉണ്ടാക്കിയല്ല. എന്റെ തിരുമ്പല കഴിഞ്ഞില്ല. എന്റെ ഞാൻ കറണ്ടപ്പോ ഞാൻ തിരുമ്പ കലക്കിയത്. ഉമ്മ നോണ പറയാണ്. ഉമ്മ ആരെടി നോണ പറയണത്? നീ കണ്ട ഞാൻ നോണ പറയണത്? ഇതല്ലെങ്കിൽ ഞാൻ നണിച്ചാണ്. ഞാൻ കറിയിൽ ഉപ്പുണ്ട്, ഇതിലിട്ടിന്റെ ഉപ്പ് ഇന്നെ പറഞ്ഞത്. ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. അത് അതൊക്കെ വെറുതെ നിലടി പഠിച്ചോന് PC തന്നത്. അത് കുട്ടികളും മക്കളും ഉണ്ടാവില്ല എങ്ങനെയാണെങ്കിൽ കേട്ടോ. അതിന്റെ നണിച്ച സ്വഭാവം കൊണ്ട്. തുറന്നോണല്ലാതെ പറയില്ല. എന്റെ ഓരോ തിരുവനന്തപുരം ഭാഷ ഇജ്ജു അതിന് സപ്പോർട്ടായിക്കൊണ്ട് ഉമ്മ. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കൂല. പിന്നെ തന്നെ ഇരിക്കലായിരിക്കും. അതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇനി എടുക്ക് സാവകാശാടി. ഞങ്ങക്ക് 10 കൊല്ലായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഇനി എടുക്കാണ്. ഓൾ ഇന്നോട് ഉറഞ്ഞു ചാടാൻ തന്നു. ഇന്നോട് ചലിക്കാൻ നിൽക്കണ്ട. ഞാൻ മാപ്പനോട് പോയി ചലിക്കോ. പിന്നെ ഓൾ ഇന്നോട് എന്റെ കെട്ടിയം കൊണ്ടുവന്നില്ല. നീ ഇന്നലെ കൊണ്ട് പോത്തറച്ച് നല്ല മീമിണോ തിന്നത്. തിന്നിട്ട് നീ എത്ര തിന്നാലും ഇങ്ങനെയല്ലേ ഉള്ളു. ഇജടിയാ മുഴുവൻ നക്കിയത്. ഇങ്ങനെ ഉണ്ടച്ച് വരുന്നുണ്ടല്ലോ. അത് എന്റെ കഴിവ്. അത് എന്റെ കഴിവ്. മനസ്സ് കാരണം തന്നെ നീ എന്റെ സ്വഭാവം കൊണ്ട് ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ വരുന്നത്. താഴ്ചപ്പാത്തുമ്മ എന്റെ കെട്ടിന ഈ വീട്ടിലെ കറണ്ട് വലിയ എല്ലാ ചെലവും നോക്കണത്. ഇങ്ങോട്ട് നോക്കി മൈ എന്തൊക്കെയാണ് തോണി കിട്ടുന്നു പറഞ്ഞോള്. പറഞ്ഞത് മഴ എന്താണ്? ഞാൻ ഇപ്പൊ ഇവിടെ തിരുമ്പാൻ കൊടുത്തിട്ട് ഓള് ഇൻവെർട്ടർ ആണ് മറ്റേതാണ് മറിച്ചാൽ പണികളൊക്കെ ഇല്ലാത്തപ്പോൾ ഞാൻ എന്റെ മക്കൾക്ക് എടുത്തു നിർത്തിയത് വെച്ചിട്ടൊക്കെ ഞാൻ കഴിഞ്ഞു. ഇവിടെ ഏത് നേരം തൊഴിലക്കറികളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഇടങ്ങാറ് തന്നെയാണ്. രണ്ടെണ്ണം അടുക്കള കയറി കീരും പാമ്പു. നിനക്ക് ഓളെ പറഞ്ഞാൽ മതി. ഓൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏഷണി കൂടി തരികയാണ്. അതൊക്കെ ഞാൻ അറിയണ്ട്.
എന്റെ മക്കള് വരാ മതി ഇവിടെ കെട്ടി കുടുങ്ങിയ ഇറങ്ങാറായത്. നീ രണ്ടാമത് പോയി തരുമോ? ഞാൻ പോയിക്കോളാം. അപ്പൊ എനിക്ക് തയ്യില്ലേ? നീ കുറച്ച് നീ നടക്കണം. അവിടെ നടക്കണം. അതെങ്ങനെ ഇങ്ങനെ ആടി 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 നടക്കണം. സഫിയ സഫിയ അല്ല എന്നിട്ടപ്പത് മോന്തി കനിപ്പിച്ചിരിക്കണു. എങ്ങനെ കളിപ്പിച്ചാക്ക? രണ്ടു സാധനങ്ങൾ ഉണ്ടല്ലോ ഇവിടെ, മരക്കള്. ഇവിടെ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും അല്ലാതെ എന്താ നടന്നിട്ട് ഇവിടെ? എന്തെല്ലാം പണിണ്ട് ഇവിടെ? അല്ല ഇന്നെന്തൊക്കെ പ്രശ്നം? എന്താ പ്രശ്നം? ഒരു രണ്ടാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് മറ്റേ പീസോട് മറ്റേ മറിച്ച് രണ്ടാളാണ് പോയിക്കണ്. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. എല്ലാ പണിയും ഞാൻ എടുത്തോണ്ട് ഇവിടെ മരക്കളെ റൂമിൽ ഇരുന്നോട്ടെ. ഹൈ വല്ലാത്തോടെ എന്റെ രണ്ട് ആമക്കൾ അടങ്ങാറായി. ഇതൊന്നും ഒതുങ്ങ എന്റെ സഭ്യ. അല്ല ഇന്നിപ്പോ കരുവാരെ കൊണ്ടുള്ള പ്രശ്നം അതോ തിരുവനന്തപുരത്തിന്റെ കുഴപ്പം? രണ്ടാക്ക് പ്രശ്നം തന്നെ. കരുവാരക്കൊണ്ടും തിരുവനന്തപുരം ഒക്കെ കണക്കാണ് എനിക്കിവിടെ. ആർക്കെന്താ കുഴപ്പമുണ്ടപ്പാ? ഞാൻ ഇതിൽ അടങ്ങാറായി നിൽക്കുകയാണ്. എന്റെ ആമക്കളത് കാണുന്നില്ലേ? അച്ഛനും അടങ്ങാറ്. അച്ഛന് വെച്ചിട്ടായി കൊടുക്കാൻ ആരുള്ളത്? ഇതിന്റെ മേത്തേക്ക് ചാടല്ലെന്ന് സഭ്യ. അതൊക്കെ സാരല്ല, കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. കുട്ടികളെ മക്കളൊക്കെ ആകുമ്പോൾ ഒതുങ്ങിക്കോളും. ഒക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ആയക്കാലത്തിന്റെ ഇപ്പൊ ഒരു കല്യാണം ആലോചിച്ചിന്. അത് കണ്ണൊട്ടനാണ്. അത് ഉണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നു. നിങ്ങളെ കൊണ്ട് ഇടങ്ങാറായി. കണ്ണുമൊട്ടനാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാന്. എന്നാ കണ്ണാണ് കയ്യിലല്ലോ. സമാധാനം ഉണ്ടായി പരിയില്. എല്ലാത്തിനും വണ്ടും പാരി നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റും എന്റെ സഭ്യ. കണ്ണിൽ മനസ്സമാധാനം ഉണ്ടായിന്. നിങ്ങൾ രണ്ട് സൈഡ് നിന്നിട്ട് മനസ്സിറങ്ങാറായത്. ഇപ്പൊ മക്കൾക്ക് നോക്കാനൊന്നും നേരമില്ല. മരക്കൾ വഴുത്താടുക്കാൻ നേരമുള്ളൂ. ഓര് നല്ല കുട്ടികൾ തന്നെയാണ്. ഇജൊന്നും ഒതുങ്ങേ. ഓരൊക്കെ ശരിയായിക്കോളൂ കേട്ടോ. ഞാൻ ചോറാകുമ്പോക്കന്ന പപ്പടം കൊടുത്തോളൂ. പപ്പടം പൊരിച്ചേ. ഇപ്പൊ കല്ലിന്റെ കറി ആരെ മുങ്ങിക്കോളി. പോയി നോക്കി ആ ചോറ് മമ്പി നോക്കി. ഇപ്പൊ നമ്മുടെ വായിട്ട് കറിയാണ് കൂട്ടിക്കോളിങ്ങള്. അതിന്റെ മരക്കളെ കിട്ടണ കൊണോ? ഞാനല്ല, നിങ്ങളെ മറ്റേ കരുവാരക്കൊണ്ട് അറി മറ്റോളാണ്. തിരുവനന്തപുരക്കാർ വഴി മറ്റോളാണ്. ഞാൻ ആരടിച്ചിരിക്കണു? രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ആ കറി മാണി കുടിക്കുന്നോളി. കുറച്ച് പച്ചവെള്ളം വെച്ചാണ്ട് ഒന്നും ചൂടായിക്കളാ. അതിനിപ്പോ ഒക്കെ മാർഗമുള്ളൂ കേട്ടോ. ശരിയായിക്കോളൂ. ഒക്കെ നല്ല കുട്ടികളെ നേക്കാരോരൊക്കെ അന്നെ കെട്ടി കൊടുന്നപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എന്റെ അമ്മ കൊറേ ഇടങ്ങാറായതല്ലേ. അനക്കൊക്കെ പുരിയാടില്ലേ? ഇനി ഓർക്കൊണ്ട് കുറച്ചൊക്കെ ഇജ്ജോ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. മത്ത കുത്തിയ കുമ്പളം മുളക്കൂല്ല എന്റെ സെബിയെ. ഞാനും അന്ന് കൊറേ കല്ലുമ്പോ തിരുമ്പിയാണ്. ഇപ്പൊ ഈ വാഷിംഗ് മെഷീനൊക്കെ ഇറങ്ങിയത്. ഇപ്പൊ മരക്കൊക്കെ വാഷിംഗ് മെഷീൻ തിരക്കൂടാണ്. അറിയോ? ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തതും മറക്കാം ഇന്നത്തതും മറക്കാം. ഒക്കെ ശരിയാൻ വേണ്ടി ആയിരുന്നാടാ. ഒക്കെ എന്നാ പറഞ്ഞാ മതി. ആ മക്കൾ അടങ്ങാറായി. നിങ്ങൾ മരക്കളെ പൊന്തിച്ചിട്ട് അച്ഛന് വെച്ചിട്ടായി കൊടുക്കണം. അച്ഛന് തിന്നാൻ കൊടുക്കണമെന്നില്ല. മരക്കൾ മുണുങ്ങിയോ വെച്ച് വേണ്ട. അച്ഛന് വെച്ചിട്ടായി തിന്നൂടെ? നിങ്ങൾ പറഞ്ഞാ മതി. ആള് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് പണി കഴിഞ്ഞ് വരുമ്പോ ആ മക്കൾ കൊടുക്കണി തള്ളന്നെ വേണം. തള്ള ഒരു നേരം ഇവിടെ ഇല്ലെങ്കിണ്ടല്ലോ. ആ മക്കൾ അടങ്ങാറായി. അവിടെ രണ്ടെണ്ണം ആ റൂമിൽ പോയി കൺവെച്ച് ഫോട്ടോ ഇട്ടാൽ ഇരുന്നോട്ടെ. മേക്കപ്പെട്ട് ഇരുന്നാ മതി. ഒക്കെ അമ്മ ഉണ്ടായിക്കോളുമല്ലോ ഈ വയസ്സാം കാലത്ത്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യാനാ? നിങ്ങൾ അങ്ങനെ ആയിപ്പോയി. ഇത് എന്റെ ഒരു വിധി. എന്ത് ചെയ്യാനാ മമ്പർത്തങ്ങൾ പാപ്പ? ഇതൊക്കെ ഞാൻ അനുഭവിക്കണ്ടേ? എന്റെ മക്കൾ അടങ്ങാറായി. കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് അതൊന്ന് ഉപ്പ് ഭാഗമായിക്കാണ്ട് ചോറാണിപ്പിക്കാച്ച് തരാം. ഓർക്കും വളമ്പി കൊടുക്കേ കുട്ടികൾക്ക്. ഓർക്ക് നാലാക്കും പൈച്ചൂലേ? കരി കട്ടിച്ചാളി മരക്കളെ. കരി കട്ടിച്ചാളി ഇതൊന്ന് അടങ്ങേ. ചോറാണിപ്പിക്ക. ഞാനൊന്ന് പാത്തിക്കാട്ടെ. ഞാൻ പമ്പിക്കോളാം. പോയിട്ട് വരി. രാത്രി ഇടങ്ങാറ് തന്നെയാണ്. നിങ്ങളെ കൊണ്ട് ഇടങ്ങാറാണ് ഈ വയസ്സാം കാലത്ത്. ചോറട്ടണി. അനക്ക് പൊന്നാരന്മാരെ എന്റെ പെണ്ണുങ്ങളൊന്ന് വിളിച്ചുകൂടെ? ചോറാൻ പറഞ്ഞ് ഈ വയസ്സാകാലത്ത് ഇങ്ങനെ തന്നെ വിളിച്ചണോ? അത് മമ്മാന്റെ കൈ കൊണ്ടാകുമ്പോഴാ രസം കിട്ടും. നിങ്ങളെ കൈ കൊണ്ടാണ് തന്നളി. ആ സാമ്പാർ നോക്ക്. ഇപ്പിന്റെ കല്യാണം വായിച്ചിട്ടുണ്ട് എന്റെ കെട്ടോള്. പിന്നെ ഓരെന്ത് രണ്ടെണ്ണത്തിൽ രണ്ടാൾ കൊടുക്കുന്നുണ്ട്. കെട്ടി കൊടുക്കുന്നുണ്ട്. റൂമിൽ ഇരിക്കാനാ? ആ നല്ല സാധനത്തിന് കൊടുക്കുന്നുണ്ട് രണ്ടാളും. ചോറ് തരുമാ. ഇവിടെ ചോറൊന്നും വെച്ചിട്ടില്ല. ഇന്ന് ചോറില്ല ഇവിടെ. രണ്ട് ദോശ ഉണ്ട്. രണ്ട് ദോശ അടിക്കാം. ഉമ്മാനെ കുട്ടി ഒന്നും അവർക്ക് കൊടുത്താലോ? ഒരു ബസ് നേരല്ലേ? കഴിച്ചു വരില്ലേ? ഒന്നും കൊടുത്തില്ല. ഇന്ന് രണ്ട് പെണ്ണുങ്ങൾ റൂമിൽ ഇരിക്കണ്ടല്ലോ. ഓരോട് വെക്കാൻ മതി. വയസ്സാകാലത്ത് ഞാൻ തന്നെ വെക്കണോ? എല്ലാത്തിനും ഹോട്ടലിൽ പോണിച്ച് പല കത്തി കറി വെച്ച് ഇപ്പാക്കും ഉമ്മാക്കും ഒരു പൊതി കൊണ്ടുണ്ടോ കഴിച്ചിട്ടിക്കാൻ വയ്യ. ഇജ് ഓ ബാൽമ തോന്നി നടക്കലടാ.
ആ ചെക്കൻ പോയിട്ട് വേണം നയിച്ച് ഇവിടെ തിന്നാൻ കൊണ്ടിട്ട് എന്തേലും കൊണ്ടുണ്ട് അവരെ പണിക്ക് പോകണ്ട. പിന്നെ ഞാൻ ഒന്നും കൊണ്ടുവരില്ല ഇവിടെ. ആ ഇജ്ജ് കൊണ്ടിട്ടല്ലേ ഇവിടെ തിന്നുണ്ട്. ആ ചെക്കൻ കൊണ്ടിട്ടാ തിന്നുണ്ട്. ഇജ്ജ് തിന്നാൻ മാത്രം മുണങ്ങാൻ മാത്രം പറഞ്ഞ കാര്യമില്ല. വെച്ചുണ്ടാക്കി വളമ്പണെങ്കിൽ തിന്നാനും ഇവിടെ കൊടുന്നെങ്കിലേ നായരി ഇവിടെ തീജൊക്കെ പിടിച്ച് പോവുള്ളൂ. എന്റെ പെണ്ണുങ്ങൾ ഇജ്ജാണ് മുണങ്ങാൻ നേരത്ത് മാത്രം കയറി വന്നാ പോരാ. ആ ചെറുക്കൻ കൊണ്ടിട്ടാ നിങ്ങൾ തിന്ന. അതാ കണ്ടുക്ക നിങ്ങള്. ഇതെങ്ങനെ ഈ ഒലക്കതിമ പൊടിച്ചത് അറിയില്ല. ഇച്ചി ഈ ഒലക്കമ്മ പഠിച്ചാ പോയി രണ്ടര എന്തായിട്ടെന്താ കാര്യം? എന്തമ്മ എങ്ങനെ പൊളിച്ചത് കിട്ടണില്ല? അതെ നിങ്ങളെ തിരുവനന്തപുരത്ത് കെട്ടിക്കൊടുന്ന ഒരുത്തിണ്ടല്ല ഉള്ളിൽ മൊബൈൽ നോക്കിയിരിക്കണോ? ഓളോടൊന്ന് പറയും ഓൾക്ക് നന്നല്ലേ ഇപ്പൊ അതൊക്കെ ഒന്ന് പൊളിച്ചാനേ. പൊളിച്ചെന്നാ ഇപ്പൊ നിക്കണ. ഞാൻ ഓളെ വിളിച്ച് ഓളെ വിളിച്ച് ഞാൻ ഇവിടെ അടച്ചൊന്നും കാണില്ല നിങ്ങള്. ഓൾ അവിടെ ആ ഫോണിൽ ആ ചെവിയിൽ ആ സാധനം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓൾ ഒരു പണിക്കും ഓള് വരൂല. എങ്ങനെയാ ഓൾക്ക് കുട്ടികളില്ല? ഓൾ ഈ PC-യോടും വെച്ച് ഇങ്ങനെ നിൽക്കില്ലേ? മുണ്ടാ കുത്തർന്ന നിങ്ങൾ നോക്കി നിങ്ങൾ ഓളെ വിളിച്ചിട്ട് കാര്യമില്ല. ഓൾ ആ ചെവിയിലാ കുന്തറാട്ടം വെച്ചിരിക്കുകയാണ്. ഒരു പണി എടുക്കൂല. എന്താ ചെയ്യാ? ഇപ്പൊ കണ്ട എന്തെല്ലാം കാട്ടിക്കുട്ടി അടുക്കളയില് ഓള് കാട്ടിക്കുട്ടി. ആ മാറിപ്പോ പേരിപ്പോ ചോറിന് നിങ്ങൾ ഇങ്ങനെ വളം വെച്ച് കൊടുത്തിട്ട് തന്നെ ഓളിങ്ങനെ ആസായിക്കണത്. പൊളിച്ചെന്നാ നിങ്ങൾ കാര്യമില്ല. ഓളെ വിളിച്ചു നോക്കി മട്ട് പോയില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ പെരിലെ പണി മുഴുവൻ എടുക്കണ്ടേ ഉമ്മ? നിങ്ങൾ എന്താ നിങ്ങൾ ഇന്നെ പറയണത്? ഞാൻ വന്നപ്പോ ആ പെണ്ണാണ് തുടക്കുന്നുണ്ടത്. അത് നിങ്ങൾ നീച്ചപ്പോൾ ഞാൻ അടക്ക തുടച്ചതാണ്. ഓള് നിങ്ങളാണെങ്കിലും മെയിൻ ആവുകയാണ്. അല്ലാതൊന്നുമില്ല. അത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിസ്കരിച്ചാൻ അയച്ചിക്കണ ഇവിടെ തൊഴിലക്കേട് നാട്ടുകാര് മനസ്സന്മാർ മോടി വരും ഒച്ചപ്പാട് കേട്ടാല്. ഇല്ല അത് പൊട്ടിച്ചോണ്ടാ അതിന് ഓളെ വിളിച്ചാളി. കൈമ കൂടെ എന്താവും കത്തിയ തട്ടി ഓളെ വിളിച്ച് ഓളൊന്ന് വിളിച്ചാ ചെവി കേക്കൂല പെമ്പർ നോക്ക്. ഹലോ അസ്സലാമു അലൈക്കും. അല്ല നമ്മൾ മറ്റേ ഡ്രൈവറാണ്. അല്ലേ കാര്യം നീ വരാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? നീ പോയിട്ട് 4-5 മാസമായല്ലോ. നീ ഉടനെ വരാൻ നോക്ക് കേട്ടാ, അല്ലെങ്കിൽ സീനാവും. നിനക്ക് പകരം വന്ന ആളിനെ ഇവിടെ നിർത്തണോ വേണ്ടെന്നുള്ളതാണ് ബോസ് ചോദിക്കുന്നത്. ഒന്നും ആയിട്ടില്ലേ? വിശേഷം ഒന്നും ആയില്ലേ? എന്റെ മോനെ, ഞാൻ നിന്റെ അടുത്ത് ഒരു ഡോക്ടറിന്റെ കാര്യം പറഞ്ഞില്ല, നീ അതൊന്നും ചെയ്യാത്തത്. അവിടെ പൊക്കോ. ഇത് നാളെ തരും നോക്ക് കേട്ടോ. ഞാൻ എന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ അയച്ചു തരാം. അപ്പൊ ചോദിച്ചു നോക്കാം. ഓ ശരി ശരി. ഇൻഷാ അല്ലാഹ് എന്തായാലും നോക്കിയിട്ട് പറ കേട്ടാ. ഓക്കെ. അവന് കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യണം. സംഭവം ജോലിയുടെ കാര്യം എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം നിങ്ങൾ ഇവിടെ തിരാൻ വേണ്ടി വരും. പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. നല്ല അവസ്ഥകളാ. ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നോക്കേ, നമുക്ക് സംസാരിച്ചു നോക്കാം. എന്താ പുതിയ പ്രശ്നം? വീട് മാറാനോ? ആ പെണ്ണിനെ കൊണ്ട് നിവർത്തിയില്ല എനിക്ക്. എനിക്ക് മാത്രമേ കുറ്റമുള്ളൂ. നീയല്ലേ മൂത്തത്, ഒരു പൊടിക്ക് നിനക്കൊന്ന് അടങ്ങി കൊടുത്തൂടെ? ഏയ് എപ്പോ നോക്കിയാലും കച്ചറയാണല്ലോ ഇവിടെ. അവളെ നാക്കം പഠിച്ച് മിണ്ടാതിരിക്കാൻ പറയണ ആദ്യം. അത്രയല്ലേ ഉള്ളവളും അവർക്ക് കൂടെ ഇത്തിരി. ഈ വീട് എന്തായാലും മാറണം, അല്ലെ വാപ്പയുടെ ഷെയർ വാങ്ങണം. അവൾ എന്നെ കുത്തുവാക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നില്ല എല്ലാം പറഞ്ഞ്. നമുക്ക് എന്തായാലും ഷെയർ വാങ്ങണം, ഇവിടെ മാറണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കും. ഷെയറിനെ കഴിക്കാൻ സംസാരിക്കേ, അല്ലെങ്കിൽ തന്നെ ചെലവ് നോക്കിയിട്ട് ഞാൻ ആകെ കുത്തുപാടെടുത്ത് നിൽക്കുകയാണ്. അത് നടക്കുന്ന കാര്യമല്ല. മാറിയേ പറ്റൂ. നീ എന്തിനെങ്ങനെ വാശി പിടിക്കണത് നടക്കാത്ത കാര്യത്തിന്? കുറ്റങ്ങൾ പറയുമ്പോഴേ എനിക്ക് എന്താ പറയുക, എന്റെ മച്ചീനെ വിളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല എന്ന്. അതൊന്നും സാരല്ല, ഈ മൂത്തതല്ലേ, ഒന്ന് ക്ഷമിക്ക്, ഒന്ന് പൊടിക്ക് ക്ഷമിച്ചു കൊടുക്ക്. എപ്പോഴും കൊച്ചില്ലെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമ്പോഴത്തേക്ക് ഞാൻ സഹിച്ചോണ്ടിരിക്കോ? നിങ്ങൾ സഹിച്ചോണ്ടിരിക്കോ? പടച്ച നമുക്കൊരു കൊച്ചിന് തരാത്തോണ്ടല്ലേ പല്ലെടുത്ത് മാവളെന്ന് വായിന്നൊക്കെ കേൾക്കുന്നത്. ഒരു കുഞ്ഞുള്ളത് എന്റെ തെറ്റുകൊണ്ടാണോ? എനിക്ക് ആഗ്രഹം ഒരു ഉമ്മയാവാൻ വേണ്ടി.
പണി ഓൾ എടുക്കൂല, ഒക്കെ ഞാൻ തന്നെ എടുക്കും വേണം. ഓളാണെങ്കിയോ തള്ളക്കൊക്കെ ഉണ്ട് ഏറ്റി കൊടുക്കുകയും ചെയ്യും. തള്ളക്കാണെങ്കിൽ അരബുദ്ധിയാണ്. ഇടങ്ങേറായിക്കോണോ ശരിക്കൊരു സാധനം തിന്നാനും കുടിച്ചാനും അതിനും പറ്റില്ല ഇവിടെ. 4 ദിവസത്തിന്റെ പെരയ്ക്ക് പിന്നെ പറഞ്ഞേക്കോ. അത് തിരുവനന്തപുരത്തെ ഓരോരോ വെപ്പും തിന്നാൻ പറ്റിപ്പത്. ഓളോരോരോ കാട്ടിക്കൂടെ കിട്ടിയതാണ് ഇപ്പത്. ഇതെങ്ങനെ ഇപ്പൊ ഞാൻ ഈ മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കുക? അതിനെങ്ങനെ ഓളയൊക്കെ ഒരു തുള്ളി സാധനം തിന്നാൻ പറ്റിയ കിട്ടിയെങ്കിലും. നീ എന്തായിരുന്നു അലക്കണത് ഇങ്ങനെ ചുമ്മാ കിടന്നിട്ട്? അല്ല ഞാൻ തുടച്ചല്ല അവിടെ. ഇതിന്റെ പിന്നെ നീ തുടച്ചത് കാണാനുണ്ട് അതില്. ഇതടി ഇമ്മ കറന്നു. അപ്പൊ നീച്ച വന്നല്ലടി ഇങ്ങോട്ട് ഇമ്മ കാണാൻ വേണ്ടീട്ട്. ഞാൻ തുടച്ചതല്ല അവിടെയൊക്കെ. എനിക്കാരെയും കാണിക്കാൻ തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. പോയാ മതി. ഇത് വെച്ച ചോറ കുക്കറിന്റെ അടി പൊടിച്ച് അവിടെ ഫോണുമ്പോ കളിച്ചില്ല. അല്ല പിന്നെ ആരടുത്ത അന്നെ തൊടാൻ കൊണ്ട് തന്നെ എനിക്കതൊന്നും കേക്കണ്ട. ഇവിടെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? ഇതാണ് തിരുവനന്തപുരത്തൊക്കെ ഞാൻ ചോറിന് അടി പിടിച്ചിട്ടുണ്ടാക്കല്, കുക്കറിൽ അടി പിടിച്ച കണ്ട് എങ്ങനെ വെക്കല് നോക്കത്. എന്റെ മാപ്പിള ഒന്ന് തിന്നാൻ ചോറാണ് പോളിയാണ്. ഇതാണ് കൊണ്ടേ കടന്നു പോയി. തരിപ്പ് കയറാൻ വെക്കണം കേട്ടോ. അതിന്റെ തൊള്ളേന്ന് വേനോട് കേക്കണ്ടേ അമ്മക്ക. ഇത് വെച്ചുണ്ടാക്കിയ ചോറിലടി ഇത് മനസ്സിൽ തിന്നാൻ കൊടുക്കാൻ പറ്റുമോ? ഇതിനോട് ചരക്കാൻ നിക്കണ്ട. ഇതൊന്ന് പൊടിയാണ്. ഞാൻ പൊള്ളി വെച്ചു ഇതൊന്ന് പോയി കടന്നു. ഇത് വെച്ച ചോറാണ്. അത് നോക്കാം. പിന്നെ ആരാ വെച്ചത്? ഞാനാ. ഇമ്മ എന്നാലും അടുക്കളയ്ക്ക് വരില്ല. പിന്നെ ഞാൻ എനിക്ക് ഓർമ്മ. ഞാൻ പൊണ്ണത്തലല്ലടി. പിന്നെ എങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ടാവുക? ആനാ ഞാനൊന്ന് കാണട്ടെ. ഇമ്മയുടെ വരട്ടടി. ഇമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കണേ ഞാൻ എന്റെ ചോറ്. ഇത് ആരോടാണ് ഈ ചലിക്കണത്? ഇന്നോടോ? അല്ല പിന്നെ ആരോടാ ചലിക്കണത്? നിന്റെ കെട്ടിയോണ്ടോട്. ആണോ? ഞാൻ അറിഞ്ഞില്ല. അയ്യാടാ എന്റെ പേര് നിന്റെ ഉപ്പക്കിട്ടോ? അയ്യടാ എന്റെ ഉപ്പാക്ക് പേരില്ല. എന്റെ പേരിടുന്നു എന്നോട് നോക്കടി. ഇജ് എന്റെ വാപ്പാനെ പറയത്തിട്ടോ. ഞാൻ പറഞ്ഞ ഇന്ന പറഞ്ഞ എന്റെ വാപ്പാനെ പറഞ്ഞെങ്കിൽ കിട്ടും. എന്റെ പൊണ്ണത്തടി ഇങ്ങനെ നിന്റെ മനസ്സാണ്. നീ ഇങ്ങനെ 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 പോണത്. അങ്ങ് തൊള്ളുന്ന അമർത്തി വെക്കാൻ പറ്റില്ല ബുഷ്ര. പറ്റൂല. എന്റെ വാ എന്റെ പല്ലി കണ്ടതാണാ. അയ്യോ ഞാൻ അറിയില്ലേനും തന്നാല് ഇവിടെ ഇമ്മയുടെ ഇമ്മൊന്നും കാണില്ലല്ലോ. അന്നെ കൊണ്ട് ഇടങ്ങാറായിക്കണോ? ഒരു കുട്ടികളെ മക്കളെ എനിക്ക് ഉണ്ടാവോ? ഓടിയാണ് കളിക്കാതെ പൊസറ. നാല് ദിവസം പെരീക്ക് പോയി തരുമ്പോ സ്വസ്ഥായിട്ട് ഇവിടെ ജീവിക്കാനേ. ഞാൻ ഇങ്ങനെ വെച്ചുണ്ടാക്ക ഇങ്ങനെ മുണുങ്ങ അല്ലേ? ഇതൊന്ന് പറഞ്ഞതാ ഞാൻ കേക്കട്ടെ. എന്താണിത് ചന്തപ്പേര്? അങ്ങാടി കേക്ക് നിങ്ങൾ ഒറ്റപ്പാടേ നിങ്ങൾ കണ്ടോ? ആ ചോറാണ് ഈ കാട്ടി കുട്ടിക്കണ്ട. ആ കുക്കറിന്റെ അടി പിടിച്ചു. ഓളത് കുക്കറിൽ ഇങ്ങനെ ഇമ്മ പറയണ്ടതേ. ഇമ്മ ഞാനാണ് കാട്ടണെന്നാ പറയണ്ടത്. ആയിക്കോട്ടെ ഞാൻ വന്ന് പൊരുത്തപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ച്.
മറ്റേ 2 പെൺകുട്ടികൾ വന്നോട്ട് വിചാരിച്ചാണ്ട് കുറെ ദ്വാരം നോക്കുമ്പോ ഇത് വന്നത് ഇപ്പൊ ഇങ്ങനെയായല്ലോ. നിങ്ങളെ അമ്മ അവിടെ തെറ്റുകയും ചെയ്തിരിക്കാണ്. നിങ്ങൾ വല്ല ഒരു സ്വൈര്യം കൊടുക്കണ്ട അതിനെങ്കിലും. ഇപ്പോഴാണ് എല്ലാ ഇടങ്ങേറും ഉണ്ടാക്കിക്കൊണ്ട് ഓളാണ്. ഇജ്ജ് പറയോ ഓളാണ്, ഓള് പറയും ഇജ്ജാണ്. നിങ്ങൾ കാണുന്നില്ലല്ലോ. അങ്ങാടി കേക്ക് നിങ്ങൾ 2 അടി ഒറ്റപ്പാട് കലപ്പില്ല കലപ്പില്ല കലപ്പില്ല. എന്തൊരു കഷ്ടാണ് നിങ്ങളെ കൊണ്ട്. ഒരു സബൂറാക്കി രണ്ടാളും. അപ്പൊ ബാങ്ക് കൊടുത്തില്ലേ നിസ്കരിച്ചാണ്ട് വല്ല ഓരോ നോക്കികള്. എന്ത് സബൂറുപ്പ, എന്താണ് ഇവിടെ തൊള്ളിന്റെ കളി? ചന്തയിൽ പോയി കണ്ട് ഇത്ര ഇതായത് നേരെ ബാങ്ക് കൊടുത്തു. എന്നോട് കളിക്കാൻ എവിടേക്ക് കേക്ക് നിങ്ങൾ ഒറ്റ വിളി. എന്തൊരു മലപ്പുറാണല്ലോ. മുണ്ടാണ് നിക്ക് 2 ആളും കൂടി. ഒന്ന് അവിടെ ഒന്ന് സ്വസ്ഥത കൊടുക്കങ്ങളെ. വല്ലാത്തൊരു കട്ടത്തനെ. ഏട്ടി ഞാൻ 4 ദിവസത്തിന്റെ പേരേക്ക് പോകുമ്പോ എനിക്ക് അതിന്റെ തൊള്ള നശരിക്കൊന്ന് കാണാൻ ഇവിടെ വെച്ചിട്ടാ. എന്റെ മൂപ്പൊന്നും ഇവിടെ നോക്കണ്ട. പോയിക്കോളെ ഇതിലേക്ക് മറക്കാൻ പറഞ്ഞ തീരൂല. അവിടൊക്കെ ഞാൻ തുടച്ച ഇത് ഇമ്മ നീച്ചപ്പോ എല്ലാ കുന്തും കൊണ്ട് കയറിയല്ലേ ഞാൻ കണ്ട എന്റെ വീരതൊക്കെ എനിക്കറിയാം. എന്നിട്ട് ഇമ്മാന്റെ മുന്നിൽ ഇങ്ങനെ മെയിനായി നടക്കുക. ടി വി ഫോണും കണ്ടിരിക്കലാടെ ഒരു പണിയെടുക്കാതെ. അതിന്റെ വാപ്പാക്കുമ്പക്കും വിളിച്ച ആര് ആണാ ഞാൻ അറിഞ്ഞില്ലേനുട്ടാ. ഞാൻ എന്റെ വാപ്പാക്കാന്നാ വിചാരിച്ചത്. മകൻ കാണിച്ചു കൊടുക്കാലോ. ഇതുവരെ കൊമ്പങ്കടം പോയിന്റെ ഇങ്ങനെ കാണില്ലടി അവിടെ. എന്നിട്ട് ഇമ്മ നീച്ചപ്പോ ആ കൊന്തും കൊണ്ട് വന്നല്ലേ. പണി ഞാനാണ് എടുക്കുന്നത്. എന്താ പൊന്നഞ്ച് ഇവിടെ ഈ കാട്ടിക്കണത്? ഇവിടെയുമാണ് ഞാൻ നന്നാക്കുക. നിങ്ങൾ കാണില്ലത് ഇതൊക്കെ ഇവിടെ പരത്തിട്ടൊക്കെ എനിക്ക് എന്തൊരു കെതിയാണ്. അടുക്കളത്തൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെയുമാണ് ഞാൻ ഇതൊക്കെ ഇതൊക്കെ മൂടി ഇവിടെ പരത്തിട്ടൊക്കെ നിങ്ങൾ കാണില്ലത്. ഞാൻ എന്താ കാട്ടിണ്ട്? ഞാൻ അടിയിൽ തന്നെ കുറെ ഒത്തു കൂട്ടി വരികയാണ്. ഇത് ഇവിടെയുമാണ് നന്നാക്കുക. ഞാൻ ഇവിടെ പറഞ്ഞതൊന്നും പരത്തരുത്. ഇത് നിങ്ങളിപ്പോ അത് ആയത്ത് കണക്കടൊക്കെ കാറിണ്ടെങ്കില് ഇതിന്റെ ഇടയിൽ ഞാൻ എന്താ ചെയ്യാ? ഇജ്ജൊന്നും ആലോചിക്കും. എന്റെ അമ്മയുടെ താഴത്തുള്ളത് എന്റെ അഞ്ചന്റെ പെണ്ണുങ്ങളാണ്. ഓളോട് ചെന്നാൽ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് തമ്മിൽ എന്തായാൽ മതി. ഇതിന്റെ അടിയിൽ ഞങ്ങളാണ് ഇതാവാൻ നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങളിപ്പോ ഒന്നും നേരിട്ട് കാണില്ല. നിങ്ങൾ നേരെ പോലത്തെ പോവേ നേരാണ് വരിക. ഇജ്ജ് ഇഞ്ച ഭാഗത്തും ചിന്തിച്ചോ ഗ്രസിയ? ഞാൻ എന്ത് ചിന്തിക്കണത്? ആ ബുഷറ ഒരു പണി ഉമ്മാനോടൊന്നും പറയാൻ പറ്റൂല. ഉമ്മാനോട് പറഞ്ഞ അമ്മ എന്തായി പെണ്ണുങ്ങളെ വാങ്ങാണ് കാര്യം. പെണ്ണുങ്ങളോടൊന്നും പറയാൻ പറ്റൂല. ഇതന്നെ ഞാൻ പറഞ്ഞു. ഞമ്മക്ക് അന്നോട് പറഞ്ഞാൽ എനിക്ക് തെറ്റ്, ഉമ്മാനോട് പറഞ്ഞാൽ മക്ക് തെറ്റ്. ഓന്റെ പെണ്ണുങ്ങളോട് പറയാൻ പറ്റും. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചൂടാണെന്തിനാ? എന്താ പറയാ? ഞാൻ എന്താ ചെയ്യണ്ടു? എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾക്ക് ഇല്ലപ്പത്തിന്റെ ഭാഗം ഒരു മുതൽ കിട്ടൂല. നമുക്ക് എന്തും വിറ്റ് നമുക്ക് ഇടയ്ക്കെങ്കിലും പോവാ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. വെറുതെ നാട്ടുകാരെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് പരമാവധി പറഞ്ഞ് ഇതാക്കാൻ നോക്കാം. എന്ത് ആ പെണ്ണിന്റെ തൊള്ള എങ്ങനെയാണ് ബന്ധങ്ങളൊക്കെ വേർപ്പെടുത്തിട്ട് പോവാൻ എളുപ്പമുണ്ട്. പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ നമുക്കൊരു സമാധാനം ജീവിച്ചൂടെ? ഇമ്മാന്റെ അടുത്ത് കേൾക്കണം. സമാധാനം ഇമ്മി ഇപ്പിയും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന ജീവിതം തന്നെ സുഖാനൊക്കെ അറിയിട്ടാണ്. ആണെല്ലാം ഞാൻ പറഞ്ഞു. ഓൾ അവിടുത്തെ ജീവിത രീതി ഒക്കെ ഉണ്ടാവും. അതൊന്ന് കണ്ടറിയാൻ ഇജ്ജ് പെരുമാറാൻ പഠിച്ചത് ആദ്യം. നിങ്ങൾ എല്ലാരും കൂടി മറം വെച്ച് കൊടുത്തിട്ട് ഓൾ ഇങ്ങനെ അയക്കേണ്ടത്. എന്ത് മറം വെച്ച് കൊടുക്കണം? എന്തെങ്കിലും റസിയാജൊന്ന് ഈ കാര്യം മനസ്സിലാക്കി. ആരെങ്കിലും ഒരാൾ താവാതെ കാര്യം നടക്കൂല. ഇതിന്റെ ഇടയിൽ ഞാനും ചപ്പിയൊക്കെ ഞാൻ താന്ന് കൊടുത്തോണ്ട് തന്നെയാണ് ഓൾ ഇങ്ങനെയും മെപ്പട്ടേക്ക് കയറേണ്ടത്. എല്ലാ പണി ഞാൻ എടുക്കണത്. ഓൾ എന്തെങ്കിലും പണി എടുക്കണ്ട. ഓൾ എന്താ കാരണം അറിയാം? ഞാൻ എല്ലാ പണി എടുത്തപ്പോ ഓൾ വന്നിക്കാണ്ട് അപ്പൊ തന്നെ ഇമ്മാനെ കണ്ടിട്ട് അതിന് ഞാൻ എടുക്കും. ഏതോ വളവത്തി അറിയാം. ഇങ്ങക്ക് ഒരാൾക്ക് ആരും ഇത്ര തെരഞ്ഞോലൊന്നുമില്ല. ഞാൻ ഒരു കാരണം ഇജ്ജിപ്പെടുത്തിട്ടുള്ള ഇറങ്ങി പോണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോഴേ ഇതാവുള്ളൂ. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇതിന് വിഷമേ ഉള്ളൂ. പാപ്പി ഇമ്മിയും പെങ്ങന്മാരും ആങ്ങാരും ഒക്കെ ഉള്ള കുടുംബം തന്നെ അതൊരു വേറെ തന്നെയാണ്. സ്നേഹം നടപ്പടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നോളൂ. അനക്ക് എങ്ങനെ ഉണ്ടാവും? ഒറ്റ മകളല്ല. അനക്ക് അന്ന അവിടെ ആഴ്ച വാത്തിയോടില്ല പോയപ്പാണത്.
ഞാൻ പമ്പറ എങ്ങനെ ഇതിന്റെ തലയിൽ വന്ന് പെട്ടു ഞാൻ വെറുതെ നിങ്ങൾ ഇനി അതൊന്നും പറയാൻ നിൽക്കട്ടെ. ഞാൻ 4 ദിവസം നിന്റെ പരിക്കൊന്ന് പോട്ടെ, നിങ്ങൾ സമ്മതിക്കൂല. എവിടേക്കാലും പോയിക്കോളി. നിങ്ങൾ ആരും കൂടെ വേണ്ട. ഞാനും ചെമ്മി ഇപ്പൊ ഉണ്ടായിരുന്ന കാലത്ത് ഒരു കുഴപ്പമുണ്ട്. ഞങ്ങള് വേട്ടനഞ്ചിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങളൊക്കെ വന്നാല് ഇതായി ഇതെന്തായാലും കുട്ടികളെ അങ്ങനെ കാട്ടരുത്. ഞമ്മത് കണ്ടിട്ട് കുട്ടികളെ വളരുന്നത് അത് ആലോചിച്ചോ. അത് ഞാൻ പറഞ്ഞു നമുക്ക് വേറെ പോവാന്ന് കുറച്ച് സമാധാനം കിട്ടും. എന്ത് ഇത് പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. എന്തെങ്കിലും പറയുമ്പോ വേറെ പോവാ ഇതന്നെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ വേറെ പോയിട്ട് ഒറ്റക്ക് നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്താ എത്ര ദിവസമായി ഞാൻ മേടിച്ചിട്ട്? ഇന്ന് തരാം നാളെ തരാം. ഇത് എന്തപ്പോ ഇത് സംഭവം? കൊറേ ആയില്ലേ? ആ എടാ ഞാനത് തരേ. ഞാനേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ അതിന്റെ ഒരു ഞെരുക്കുണ്ട്, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. എടാ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങള്. ഒരു മാസം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം മേടിച്ചല്ലേ? ഞാൻ സ്വീപ്പാക്കല്ലേ, ഞാൻ പറഞ്ഞ ഡേറ്റ് ഒക്കെ മാറിക്കണു. എന്നാലും ഇത് ഒന്നും കൂടി ക്ഷമിക്കണം. ഇല്ലല്ലേ, നടക്കില്ലടാ. ഏയ് അത് നടക്കില്ല. പൈസ കജ്ജിലില്ല. ഞാൻ എന്തായാലും പേപ്പറും റെഡി ആയിട്ടില്ല. ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് വേഗം വന്നിട്ടല്ലേ ഇപ്പൊ എന്തെങ്കിലും നടക്കുള്ളൂ. ഇത് എത്രാമത്തെ മാസമല്ല? അത് കൊറേ ആയില്ല തുടങ്ങിയിട്ട്. നടക്കില്ല കേട്ടാ. അടുത്ത മാസം 1-ാം തീയതി പൈസ കിട്ടണേ, അല്ലെങ്കിൽ ഇതായിരിക്കില്ല എന്റെ സ്വഭാവം. ആ ശരിയെന്നാ. എന്നാ ശരിടാ. എന്താ തിരക്കില്ല? എന്താക്കോ? ഞാനേ ഒന്നുമില്ല, നമ്മള് ഒരു വിഭാഗത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാ. എന്താ കാക്കുകൾ ഈ പറയണേ? ഓലെന്തെങ്കിലും പറയണതിന് നമ്മളെന്തിനാണ്? പക്ഷെ ഓല് ഇത് കുറച്ച് കഴിഞ്ഞാൽ തീരും. നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെക്കാം. തീരൂല. ഇത് രണ്ടു സ്ഥലത്തുനിന്ന് വന്നാലേ ഓലെന്തായാലും 2 വാപ്പാന്റെ മക്കളല്ലേ, അതിന്റെ ഇത് ഉണ്ടാവും. നിങ്ങൾ എന്തിനാ നമ്മള് തമ്മിൽ നമ്മളിതിന് കല്യാണം കഴിയുന്നതിന് മുന്നേ എങ്ങനെ കഴിഞ്ഞ് നോക്കും? നിങ്ങൾ എന്തിനാ? അതൊക്കെ ശരി, എന്റെ ഇത് വിഷമിക്ക് മനസ്സിലാവാനിട്ടല്ല. പക്ഷെ പെണ്ണുങ്ങളെ സ്വഭാവം വളരെ മോശം. അവർ രണ്ടാളൊരു കണ്ടെത്തി ചേരില്ല. ഞാനിത് കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇത് ശരിയാവുള്ളൂ. എന്താ വെച്ചാൽ 2 പെണ്ണുങ്ങളും ഇമ്മി ഒന്നിച്ച് പോണില്ല. ഇതൊക്കെ എനിക്കും അറിയുന്ന നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഓളത്താണ്ട് വല്ലാതെ കുത്തിന്റെ ഉമ്മി എന്റെ പെണ്ണുങ്ങളൊക്കെ അകന്ന് നിന്നാലേ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓൾ അങ്ങോട്ട് തിരുവനന്തപുരത്ത് ഓളപ്പാന്റെ ഷെയർ ഓൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ പോണ കാര്യം കൂടി ഞാനേ എനിക്ക് സ്വത്ത് മുതലൊന്നും വേണ്ട. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഞാൻ പോയിക്കോളാം. ഇവിടുത്തെ ചെറിയ മകൻ എനക്കാണ് വീട്. നോക്കി ഇവിടെ നിന്നോ. എനിക്ക് വീട് വേണ്ട കാക്കോ. നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കാക്കോ നടക്കൂല. നിങ്ങൾ ഞങ്ങൾക്കൊരു കുട്ടികളുണ്ടാവണില്ല. ഞങ്ങൾക്കൊരു കുട്ടികളുണ്ടാവണില്ല. അതല്ല ഇപ്പൊ നിങ്ങളൊക്കെ പ്രശ്നം. ഞങ്ങൾക്കൊരു കുട്ടികളുണ്ടാവണില്ല. മനസ്സിലായി? ഇമ്മ അതൊക്കെ എപ്പോ നോക്കിയാലും ഇമ്മ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തോളെ പണി അറിയാം. അതൊക്കെ പഠിച്ചോൻ തരുന്ന കാര്യമാണ്. അതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന കാര്യമല്ല. ഇതിപ്പോ നിങ്ങളൊന്നും പറയണ്ട. ഞാൻ എനിക്ക് സ്വത്ത് മുതലൊന്നും വേണ്ട. എനിക്ക് നിങ്ങളൊക്കെ ആ സ്നേഹത്തോടൊന്ന് കഴിഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. ഞാനേ ഗൾഫിൽ പോയിട്ട് കണ്ട് എത്ര 5-6 കൊല്ലമായിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഈ വന്ന് കല്യാണം വേണ്ടിയില്ല എന്നായിരിക്കും. അതൊക്കെ തന്നെ പറയണത്. ഈ പെണ്ണുങ്ങൾ വന്ന് കയറുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഇതിന് മുമ്പൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എന്റെ പെണ്ണുങ്ങളും എന്റെ പെണ്ണുങ്ങളും ഒരു കണ്ടത്ത് ചെയ്യുക എപ്പോ നോക്കിയാലും ഒരു തിരക്കാണ്. പറയുന്നത് അടുക്കളേക്ക് കാക്കൂടുന്ന് പോകേണ്ട ആവശ്യമില്ല. ഞാനിവിടുന്ന് പോയിക്കോളാം. ഞാൻ എനിക്കെന്തല്ലോ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ പോവാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളില്ല ബന്ധം തന്നെ തരും. പിന്നെ കാണാനേ പറ്റൂല. എനിക്കിവിടെ ഞാൻ അടുത്ത എവിടെയെങ്കിലും വാടക പോയിക്കോളാം. നമ്മൾ തമ്മിൽ ഇങ്ങനെ കുറച്ച് അകന്ന് നിന്നാ തീരാവുന്ന കാര്യമുള്ളത്. അത് മനസ്സിലാക്കി ശരിയാവൂല. അത് നിങ്ങൾ അതൊന്നും ഞാൻ സംസാരിച്ചോളാം. എനിക്ക് ഞാൻ പറഞ്ഞോണ്ട് വാപ്പാനോട് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ എങ്ങോട്ടും പോണില്ല. നിങ്ങൾ ഇതിന്റെ ഇമ്മാനായിട്ടുള്ള പ്രശ്നം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മാനി ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ നിർത്തിക്കോളാം. അതൊന്നും നിങ്ങൾ ഇതാക്കണം. ഞാൻ പറയാം. മരോളാണ് കാട്ടിക്കണത്. അമ്മായിമാനി നാട്ടിൽ നടക്കുന്ന സംഭവമാണല്ലേ. എന്താടാ അപ്പൊ കാക്കു പറയണ എന്താന്ന് വെച്ചാലേ കാക്കു ഇപ്പൊ പറയണ എന്താന്ന് വെച്ചാല് കാക്കു ഇവിടുന്ന് പോവാന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് എന്തിനാ വാപ്പ ഈ സ്വത്ത് മുതലൊക്കെ ഒരു സമാധാനം അല്ലാതെ? അതാ നല്ലത് വാപ്പ. ഇത് വേഗം ഒരു ഭാഗം വെച്ചിട്ട് ഓനുള്ള കൊടുക്കുള്ളത് തന്നളേ. പെട്ടെന്ന് തീരുമാനം എന്താ ഇവിടെ പെണ്ണുങ്ങളൊന്നും ചെയ്ത് ഞാൻ പറയണ കേക്ക് വാപ്പ. നമുക്ക് നമ്മളെ സന്തോഷമായി. എനിക്ക് ഞാൻ പറയാം എനിക്ക് സ്വത്ത് മുതലൊന്നും വേണം. എനിക്ക് വാപ്പി എമ്മിങ്ങളൊക്കെ ഉള്ള ആ സന്തോഷമാണ് എനിക്ക് വേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താ എന്റെ കുട്ടികൾ ഈ പറയണത്? കാക്കും എന്താ നിങ്ങൾ ഈ വീട്ടിൽ നിന്നോളി. ഞാൻ വാടക പോയിക്കോളാം. വെറുതെ ഈ പെണ്ണുങ്ങൾ തമ്മിൽ ഓരോരോ പ്രശ്നം. അത് വേണ്ടപ്പാ, ഞാൻ പോയിക്കൊണ്ടിപ്പാ. അതാ നല്ലത്. ഒരുപാട് തിന്നളി. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും കാക്കോ. നിങ്ങൾ അത് വേണ്ട. ഞാൻ പോയിക്കോളാം. ഇന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പെണ്ണുങ്ങളോട് പോകേണ്ട ആവശ്യമില്ല.
അപ്പൊ അത് ചെയ്തോളി നമുക്ക്. എന്തെങ്കിലും ഇങ്ങനെ എന്താ മനസ്സിലാക്കാതെ കുട്ടികൾ തീരുമാനം പറയണം ഉമ്മ, എന്നാലേ ഇത് ശരിയാവുള്ളൂ, അല്ലാതെ നമ്മളെ പെരീത്തെ ദുരിതം തീരൂല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്. അതൊന്ന് സെബൂറാക്കി, നിങ്ങളൊന്ന് സെബൂറാക്കി. മാണ്ടാത്തതൊന്നും പറയില്ല നിങ്ങള്. പാപ്പ എനിക്കിത് സൈക്കിളിന് ഒരു പരിധി ഉണ്ട് ഇപ്പാ. നിങ്ങൾ എന്താ രണ്ടാളും ഒരേപോലെ പറഞ്ഞു? പെണ്ണുങ്ങൾക്ക് ഇവിടെ തൊയിരം കൊടുക്കണില്ല. മനസ്സിലാക്കാറാക്കല്ലേ. കാക്കു പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മളിങ്ങനെ നിന്നിട്ട് ഇത് ഇവിടെ ഒരു സമാധാനം ഉണ്ട് അപ്പൊ അവിടെ ഒരു സമാധാനം ഉണ്ടോ? ഇമ്മയും പെണ്ണുങ്ങൾ എപ്പോ നോക്കിയാലും ഇവിടെ കച്ചറയാണ്. പരി ഓരൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്ത് ചെയ്യപ്പ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ എന്തുണ്ടായി സബി അവിടെ? എന്താ ചെയ്യാ? ഈ അടികാർ നമ്മള് കാണണ്ടേ? ഇമ്മ ഈ അടങ്ങാറൊക്കെ തീരണമെങ്കിൽ ഇത് ചെയ്തെങ്കിൽ നടക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇല്ലെങ്കിൽ നമ്മളെ ജീവിതം എങ്ങനെ ദുരിതായിട്ട് തീരും. എന്തിനാ നമുക്ക് ഒരു സ്വത്തുമോ ഒരു സമാധാനം ഇല്ലാമ്മ? എന്താ പരീക്ഷണാണ് ഇപ്പൊ ഇത്? ആയിട്ട് നമ്മളെ കാര്യം ആലോചിച്ചില്ല. ഓല് അടിയിൽ ഞങ്ങൾ ഇതൊന്നും വേണം. അപ്പൊ ഇമ്മാന് വാപ്പായിട്ട് കാണുന്ന പോവാറ താനും കഴിയില്ല മക്കളെ. അതല്ലാതെ ഒരു വഴിയില്ലമ്മ. ഇപ്പൊ എവിടെ പോയത്? ഉസ്റാ, റസിയ, എടി റസിയ, ഇവിടെ വന്നാണ്ട് രണ്ടാളും ഇപ്പ വരുന്നുണ്ട്. ഇപ്പൊ ഇപ്പൊ എന്താ മനസ്സാ? ഞാനൊരു തീരുമാനത്തിലെത്തിക്കണം. തീരുമാനം കാക്കോ നിങ്ങൾ എന്താ ചെയ്തോളി. എനിക്കിതൊക്കെ കൂടി ഒന്നും വേണ്ട. എനിക്ക് എന്റെ ഷെയർ മാത്രം കിട്ടിയാൽ മതി. നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് പോകില്ല. ഞാനാ പറയുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഴയ പോലെ ഇവിടെ എനിക്ക് ഇന്റത് മാത്രം തന്നാ മതി. ഞാൻ പറഞ്ഞില്ലേ, തറവാട് ഞാൻ ചുരുട്ടോ. വാടകയ്ക്ക് പോയി. തറവാട് ചുരുട്ടോ. നിങ്ങൾ ഇതെന്താ ചെയ്തോളി. എനിക്ക് വേണ്ട, എനിക്കിത് മൊത്തം വേണ്ട. എനിക്ക് ഇതിന്റെ ഷെയർ മാത്രം കിട്ടിയാൽ മതി. ആ ഇത് എനിക്ക് ആണല്ലോ എന്നാല് എന്തിനാണ് ഓല് കൊണ്ടേക്കോട്ടത്? എന്താ മനസ്സാ? ഞാനൊരു തീരുമാനത്തിലെത്തിക്കണം. എന്ത് തീരുമാനം എടുത്തു? തീരുമാനം എന്താണ്? അതിനെ കൊല്ലണ്ട. എന്തിനാ നമ്മള് വന്നു ഓനില്ലാത്ത